പ്രിയ പ്രേക്ഷകരെ, സംസ്ഥാനത്ത് പാമ്പ് ഭീതി ഒഴിയുന്നില്ല. ഇന്ന് 6 പേർക്ക് കൂടി പാമ്പ് കടിയേറ്റു. കോഴിക്കോട്ടും തൃശൂരും 2 പേർക്ക് വീതവും തിരുവനന്തപുരത്തും ആലപ്പുഴയിലും ഒരാൾക്കുമാണ് കടിയേറ്റത്. തൃശൂർ ഇരിങ്ങാലക്കുടയിൽ വെള്ളേപ്പറമ്പിൽ വീട്ടിൽ പ്രസീതയ്ക്കും നടവരമ്പ് സ്വദേശി പിടുകാട്ടിൽ സനീഷിനുമാണ് പാമ്പ് കടിയേറ്റത്. കോഴിക്കോട് പുനൂർ സ്വദേശി മുഹമ്മദ് അൻസാറിനും പേരാമ്പ്ര സ്വദേശി അഞ്ജലിക്കും പാമ്പ് കടിയേറ്റു. തിരുവനന്തപുരം ചിറയിൻകീഴിൽ പെരുകുഴി സ്വദേശി ഭുവനചന്ദ്രനാണ് പാമ്പ് കടിയേറ്റത്. കുറ്റ്യാടിയിൽ വീടിനുള്ളിൽ പാമ്പുകളെ കണ്ടെത്തി. കാപ്പുമ്മൽ രമേശിന്റെ വീട്ടിൽ നിന്നാണ് 5 പാമ്പുകളെ പിടികൂടിയത്. കോഴിക്കോട് കാരശ്ശേരിയിൽ അങ്കനവാടിക്ക് സമീപത്തു നിന്നും പാമ്പിനെ പിടികൂടി. ആലപ്പുഴ പള്ളിപ്പാട്ട് അധ്യാപികയ്ക്ക് പാമ്പ് കടിയേറ്റു. രാത്രി വീടിന് മുൻവശത്തെ ഗേറ്റ് അടയ്ക്കാൻ പുറത്തിറങ്ങിയപ്പോഴാണ് സിന്ധുവിന് കടിയേറ്റത്. കണ്ണൂർ പട്ടുവത്ത് പാമ്പ് കടിയേറ്റ വയോധിക ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. MG പ്രദേശും ശരത് എസ്.എസും ജേസൺ ചാമോളപ്പിലും മനീഷ് മഹിപാലും അഭിജിത്ത് മുഴക്കുന്നും നിതിൻ സേവ്യറും നമ്മളോടൊപ്പം ചേരുകയാണ്. ആദ്യം MG പ്രദേശിലേക്കാണ്. MG പ്രദേശ് ചിറയിൻകീഴിലാണുള്ളത്. പ്രദേശ് കഴിഞ്ഞ ദിവസമാണ് ചിറയിൻകീഴിൽ നമുക്ക് ആർക്കും സഹിക്കാൻ കഴിയാത്ത തരത്തിൽ ദാരുണമായൊരു സംഭവം ഉണ്ടാവുകയും ഒരു കുഞ്ഞിന് ജീവൻ നഷ്ടമാവുകയും ചെയ്തത്. ഇന്ന് മറ്റൊരാൾക്ക് കൂടി ചിറയിൻകീഴിൽ പാമ്പ് കടിയേറ്റു എന്നാണ് വിവരം. എപ്പോഴാണ് ഈ അപകടം സംഭവിച്ചത്? എന്താണ് വിവരങ്ങൾ? മാധു, ഇന്ന് രാവിലെ 8 മണിയോടുകൂടിയാണ് ചിറയിൻകീഴിൽ വയോധികന് പാമ്പ് കടി ഏൽക്കുന്നത്. വീടിന് പുറത്ത് വെച്ചാണ് 5 വയസ്സുകാരനായ ചിറയിൻകീഴ് പെരുങ്കുഴി സ്വദേശി ഭുവനചന്ദ്രനാണ് പാമ്പിന്റെ ആക്രമണം ഉണ്ടായത്. ഇടത് കാലിന്റെ തള്ളവിരലിലാണ് പാമ്പിന്റെ കടിയേറ്റത്. തുടർന്ന് 108 ആംബുലൻസിൽ വിളിക്കുകയും ആംബുലൻസിൽ ചിറയിൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ ായിരുന്നു. അവിടെ പ്രഥമ ശുശ്രൂഷ നൽകിയ ശേഷം തുടർ ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ 1-ാം വാർഡിൽ ചികിത്സയിലാണ് ഭുവനചന്ദ്രൻ. നിലവിൽ ആരോഗ്യ സ്ഥിതി ആശങ്കപ്പെടാനില്ല എന്നതാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്. പാമ്പ് കടിയേറ്റ ഉടൻ തന്നെ തുടർ ചികിത്സ ഭുവനചന്ദ്രൻ നൽകിയിട്ടുണ്ട്. നിലവിൽ ഈ 1-ാം വാർഡിൽ നിരീക്ഷണത്തിലാണ്. ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല, ഗുരുതരാവസ്ഥയിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയില്ല എന്നുള്ള പ്രതികരണമാണ് ആശുപത്രി അധികൃതർ നൽകുന്നത്. ഈ ഏത് പാമ്പാണ് കടിച്ചതെന്ന കാര്യത്തിൽ വ്യക്തമില്ല. അവിടെ പരിശോധന നടത്തിയിരുന്നു. പക്ഷേ അങ്ങനെ വിഷമുള്ള പാമ്പുകളെ ഒന്നും തന്നെ ആ പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിച്ചതുകൊണ്ടാണ് വലിയ അപകടം ഒഴിവായി പോയത്. മാധു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ചിറയിൻകീഴം സമാനമായ രീതിയിൽ ഒരു 8 വയസ്സുകാരന് പാമ്പ് കടി ഏൽക്കുകയും ആ 8 വയസ്സുകാരന്റെ ജീവൻ നഷ്ടപ്പെടുന്ന വളരെ വേദനാജനകമായ സാഹചര്യം കൂടി ഉണ്ടായത്. അവിടെയാണ് വീണ്ടും മറ്റൊരാൾക്ക് കൂടി പാമ്പ് കടി ഏറ്റത്. പക്ഷേ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നത് ആശ്വാസകരമായ കാര്യമാണ്. മാധു, ശരി. MG പ്രദേശാണ് ചിറയിൻകീഴിൽ നിന്നുള്ള വിവരങ്ങൾ നൽകി.